89 സങ്കീർത്തനമാണല്ലോ നാം ദൈവസന്നിധിയിൽ ആമേൻ ധ്യാനിപ്പാൻ കർത്താവ് കൃപ ചെയ്തത്. അതിൻ്റെ ഹെഡിങ്ങിൽ ഇങ്ങനെ കാണുന്നു, എസ്രാഹ്യനായ ഏഥാൻ്റെ ഒരു ധ്യാനം. ആമേൻ, ഒരു ധ്യാന സങ്കീർത്തനമാണ്, ധ്യാനത്തോടെ പാടുന്നൊരു സങ്കീർത്തനമാണ്. അതേസമയം തന്നെ ഇതൊരു മശിഹൈക സങ്കീർത്തനമാണ്. ആമേൻ, ദാവീദിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. ദൈവം ദാവീദുമായി ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഈ സങ്കീർത്തനം ദാവീദ് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല ഭരണത്തെയും അവൻ്റെ പ്രവർത്തികളെയും അതിശക്തിയോടെ വിളിച്ചു പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ് 89 സങ്കീർത്തനം. ആമൻ, ഒത്തിരി ആത്മീയ അർത്ഥങ്ങളുള്ള വാക്യങ്ങളാണ്. അതിലേക്കെന്നും നമുക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ സമയമില്ല. ഒന്നാമത്തെ വാക്യം ഒന്ന് ദൈവസന്നിധിയിൽ വായിക്കാം. യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. നോക്കണമേ, സങ്കീർത്തനക്കാരൻ പറയും, ഈ ഏഥാൻ ഒരു പാട്ടുകാരനായിരുന്നു. ആമൻ, സ്തോത്രം. ദാവീദിൻ്റെ ഭരണകാലയളവിൽ ആമൻ ആരാധനയുടെ നവീകരണത്തിനായി ഗായക സംഘത്തെ, വാദ്യോപകരണങ്ങൾ മീട്ടുന്നവരെ, ആമൻ ശുശ്രൂഷകൾക്കായി ഒരുപാട് പേരെ നിയോഗിപ്പാനിടയെ. അതിലൊരാളാണ് ആമൻ പഴയ നിയമ പുസ്തകങ്ങളിൽ ആ പശ്ചാത്തലങ്ങളിൽ നാം കാണുന്ന യദൂഥൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏഥാൻ. ആമൻ, യദൂഥൂൻ, ഹേമാൻ എന്നിവരൊക്കെ ആ ഗായക സംഘത്തിൽപ്പെട്ടവരാണ്. ആ ഏഥാൻ്റെ ഒരു ധ്യാനമാണ്. ഏതാൻ ഇങ്ങനെ പാടുകയാ, ആമൻ സ്തോത്രം, യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. ഒരു തീരുമാനം, ഒരു ആമൻ സ്തോത്രം, ദൈവസന്നിധിയിലുള്ള ഒരു തീരുമാനം താൻ പറയുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ പാടും, ഞാൻ പാടും, ഞാൻ എന്നേക്കും പാടും. സ്തോത്രം, ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെ കാണുന്നു, ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കാത്ത ഒരു കൂട്ടത്തെക്കുറിച്ച് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നെങ്കിൽ, അപ്പോൾ ദൈവത്തെ ദൈവമെന്നോർത്ത് ആദരിക്കാനും പാടാനുമാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് സംഗീതകാരൻ പറയുന്നത്, ഞാൻ യഹോവയുടെ കൃപകളെക്കുറിച്ച് എന്നേക്കും പാടും. അങ്ങനെ പാടാൻ പറ്റിയ പാട്ട് അതേ ഉള്ളൂ, അല്ലേ? നമ്മൾ എത്രയോ പാട്ടുകൾ പാടുന്നു, ആഴ്ചതോറും നമ്മൾ പുതിയ പുതിയ പാട്ടുകൾ പാടുന്നു, അല്ലെങ്കിൽ മാറി മാറി പാട്ടുകൾ പാടുന്നു, അല്ലേ? ഓരോ പാട്ടിനും ഒരു ചെറിയ കാലപരിധിയുണ്ട്. എത്രയോ പാട്ടുകൾ നമ്മൾ മറന്നുപോയി. എന്നാലും പിതാക്കന്മാർ പാടിയ പഴയ പല പാട്ടുകൾ ഇപ്പോഴും പാടുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, തലമുറ തലമുറ തലമുറയായി പാടാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. അത് ദൈവം ചൊരിഞ്ഞ കൃപയാ. ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ കൃപയാ. ഹല്ലേലൂയ, ആ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും. ആമേൻ. ഈ വർഷം നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഹല്ലേലൂയ, ആമേൻ, നമ്മളെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ, നമ്മെ പരിപാലിച്ച വിധങ്ങളെ ഓർത്താൽ, നമ്മെ കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്താൽ നമുക്ക് പാടാതിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ നന്ദി പറയാതിരിക്കാൻ കഴിയത്തില്ല. ഇവിടെ ഏതാൻ ആമേൻ പാടുന്നൊരു പശ്ചാത്തലമുണ്ട്. ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു. ആമേൻ. അവൻ തന്റെ വൃതനെ കണ്ടെത്തി. ആമേൻ. പുൽപ്പുറത്ത് നിന്ന് അവനെ തിരഞ്ഞെടുത്തു. അവന്റെ മേൽ അഭിഷേക തൈലം പകർന്നു. ആമേൻ. അവനോടൊരു ഉടമ്പടി ചെയ്തു. ആമേൻ. ന്യായാസനത്തിൽ ഇരിപ്പാൻ. ഹല്ലേലൂയ, നിന്റെ തലമുറയിൽപ്പെട്ട, നിന്റെ സന്തതിയിൽപ്പെട്ട ഒരുവനില്ലാതെ ഇരിക്കയില്ല. ആമേൻ. ദൈവം ഒരു വാഗ്ദത്തം ചെയ്തു, തലമുറ തലമുറയായി. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ. 90 സങ്കീർത്തനം, ദൈവമേ, നീ തലമുറ തലമുറ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഉണ്ടാക്കിയതിനു മുമ്പേ ആമേൻ, നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമായിരിക്കുന്നു. ഹല്ലേലൂയ, തലമുറ തലമുറയാണ് നമ്മുടെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, എന്നേക്കും പാടാനുള്ള ഒരു പാട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിറിക്സിൽ ഇങ്ങനെ എഴുതി ചേർക്കാം, അത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, നിങ്ങളിൽ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. അപ്പോൾ ആരാ പാടേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ പാടേണ്ടതെന്ന് നാം ചിന്തിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. എപ്പോഴാണ് പാട്ട് വരുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും പാട്ട് കടന്നു വരാം. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണ്, അല്ലേ? പാട്ടിന് പലതിനെയും പിടിച്ചു നിർത്താൻ കഴിയും, പലതിനെ നിശ്ചലമാക്കാൻ കഴിയും.
പലതിനെയും ആകർഷിക്കാൻ കഴിയും. അവൻ ഒരു പാട്ട് ഒന്ന് വേദപുസ്തകത്തിൽ നിന്ന് വേഗത്തിൽ ഞാൻ എടുത്തിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അവൻ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. അവൻ സ്തോത്രം 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 46-47 വാക്യങ്ങൾ. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. നോക്കണം, അവിടെ ഒരു പാട്ടാ, നമുക്കറിയാം മറിയയുടെ പാട്ടാ. അതിൻ്റെ 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ മറിയ പാടുന്ന പാട്ടാ. ദൂതൻ അവളോട് വന്ന് ഇങ്ങനെ പറഞ്ഞു, ആമേൻ സ്തോത്രം, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ലോകമെമ്പാടും ആമേൻ സ്തോത്രം ക്രിസ്മസിൻ്റെ ആഘോഷവേളയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഒത്തിരി പാട്ടുകളാണ് അല്ലേ, വാദ്യ ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ആമൻ സ്തോത്രം ഒത്തിരി ആമൻ പാട്ട് സംഘങ്ങൾ ഇപ്പോഴും കയറി ഇറങ്ങി പാട്ട് പാടിക്കൊണ്ടിരിക്കുക. യേശു കർത്താവിൻ്റെ ജനനത്തിൽ ഭൂമിയിൽ പാടാൻ ആരുമില്ലാതിരുന്നപ്പോൾ സ്വർഗം തുറന്നിട്ടൊരു പാട്ട് പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയാം, ദൈവവേദലേ, നീ ദൈവത്തിൽ പാടാൻ തയ്യാറായാൽ, ദൈവത്തിൻ്റെ കൃപകളെ വർണ്ണിക്കാൻ തയ്യാറായാൽ, എനിക്കും നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കും. ഹല്ലേലൂയ! സ്വർഗം തുറന്ന് നമുക്ക് വേണ്ടി ദൈവശബ്ദം കേൾപ്പിക്കും. ഹല്ലേലൂയ! ഇവിടെ ആരും പാടിയില്ലെങ്കിലും, ഇവിടെ ആരും പറഞ്ഞില്ലെങ്കിലും, ഇവിടെ ആരും പ്രശംസിച്ചില്ലെങ്കിലും, സ്വർഗത്തിലെ ദൈവം അവൻ നമ്മെ കണ്ട് നമുക്ക് വേണ്ടി ഇടപെടുന്നൊരു ദൈവമാ. മറിയുടെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറയുക, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവളോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ദൂതൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇന്ന് പകൽ എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ! അവൻ നീ പാടാൻ തയ്യാറായാൽ, പാടാൻ ഒരുങ്ങിയാൽ, ദൈവം പറയുക, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ അവ ചെയ്യുവാൻ കഴിയും. അങ്ങനെ മറിയ പാടുന്ന പാട്ടാണ് നാം വായിച്ചത്. അവൻ എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. ആ പാട്ട് ഇങ്ങനെ, ആ പാട്ട്, എൻ്റെ ഉള്ളം കർത്താവിനെ കണ്ടോ. ആ പാട്ടിൻ്റെ 1-ാമത്തെ പ്രത്യേകത ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മൾ ആ കാര്യം പറഞ്ഞു, ഓണറിങ് ഗാഡ്. പാട്ടിൽ ദൈവത്തിന് മഹത്വം. എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ. നോക്കണമേ, നമുക്കറിയാം മറിയ, യോസഫിൻ്റെയും മറിയയുടെയും മകനായ യേശു കർത്താവ് ജനിക്കുമ്പോൾ നമുക്കറിയാം, ആമേൻ സ്തോത്രം, മനുഷ്യ ശരീരത്തിൽ അവൻ ജന്മമെടുക്കുമ്പോൾ ആ മാതാവ് മറിയ തന്നെയാണ് അവനെ മുലയൂട്ടിയത്, അവന് ആഹാരം നൽകിയത്. അവൻ യേശു കർത്താവിനെ അവൻ ശാരീരികമായ വളർച്ചയ്ക്ക് വളർത്തിയെടുക്കാൻ എല്ലാം ചെയ്തത്. അവൻ്റെ 12 വയസ്സ് വരെ മാതാപിതാക്കളോട് കൂടെയായിരുന്നു. 30 വയസ്സ് വരെ ആമൻ സ്തോത്രം അവൻ്റെ ഒരു കാലം, അവൻ അങ്ങനെ ആ പരസ്യ ശുശ്രൂഷയുടെ മുമ്പുള്ളൊരു കാലം മാതാപിതാക്കളോട് ചേർന്നായിരിക്കാം. നോക്കണമേ, എങ്കിലും അതേ മറിയ പറയുകയാണ് അല്ലേ, എന്താ പറയുന്നത്? എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ മറിയ പറയുക. മകനാണെങ്കിൽ എന്താ വിളിക്കുന്നത്? എൻ്റെ രക്ഷിതാവാ, എൻ്റെ രക്ഷകനാ, എൻ്റെ ദൈവമാ. ഒന്ന് സ്വന്തം ചെയ്യാമോ? ഇന്ന് പകൽ ഈ ബോധ്യം നമ്മുടെ അകത്ത് വരണം. മറിയയുടെ അകത്ത് പാട്ട് വന്നത് എപ്പോഴാണെന്നറിയാമോ? മനസ്സിലായി, അവൻ ദൈവത്താൽ സംഭവിച്ച ജനനത്തിനകത്ത് അകത്തൊരു വെളിപ്പാട് ലഭിച്ചു. അവൻ എനിക്ക് ലഭിച്ചത് മറ്റാരുമല്ല, ലോകത്തിന്റെ രക്ഷിതാവാണ്. അവൻ എൻ്റെ രക്ഷിതാവാണ്, അവൻ എൻ്റെ ദൈവമാണ്. ആ വെളിപ്പാട് അകത്ത് പ്രാപിച്ച മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ആരും പാടും. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ! ആമേൻ സ്തോത്രം. അതുകൊണ്ടാ പത്രോസിനൊരു വെളിപ്പാട് ലഭിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പത്രോസിനോട് പറയുക, ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തരുന്നു. നമ്മളൊക്കെ വലിയ ബംഗ്ലാവിൻ്റെയും വലിയ വണ്ടികളുടെയൊക്കെ താക്കോല് കിട്ടിയ കൊള്ളാമെന്ന് പറയുന്നവരാ. എന്നാൽ പത്രോസിനോട് പറയാം, നിനക്ക് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ തരുന്നു, അധികാരം നൽകി. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നോക്കണമേ, ആ സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയാം, സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ യഹോവയുടെ കൃപകളെ കുറിച്ച് എന്നേക്കും പാടും. അതിനും പറയുന്നത് എന്താ അറിയാം? ഈ രക്ഷ അകത്ത് വന്നാൽ
പാടാതിരിക്കാൻ കഴിയത്തില്ല. അത് മറിയേം അതുകൊണ്ടാ പാടിയത്. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ആമേൻ. പിന്നെ അങ്ങോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണും, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം. നോക്കണമേ, നമ്മൾ പാടാൻ തയ്യാറായ വചനം പറയുക, വലിയവ ചെയ്യും. ശക്തനായവൻ വലിയവ ചെയ്യും, അവൻ്റെ നാമം പരിശുദ്ധൻ തന്നെ. ഹല്ലേലൂയ. അവൻ മടങ്ങി സങ്കീർത്തനങ്ങളിലേക്ക് വരാം. അതിന്റെ 2-ാമത്തെ വാക്യോടെ വായിച്ചാട്ടെ. ഉറച്ചു നിൽക്കുമെന്ന് ഞാൻ പറയുന്നു, ആ, നിന്റെ വിശ്വസ്തതയെ നീ സ്വർഗ്ഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു. നീ സ്വർഗ്ഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു. നോക്കണമേ, ഈ ഭൂമിയും അതിലുള്ളതെല്ലാം അഴിഞ്ഞു പോകും. ഇത് തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുക. പക്ഷെ വചനം പറയുന്നു, നീ പാടാൻ തയ്യാറായാൽ സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. അവൻ സ്വർഗത്തിൽ സ്ഥിരമായത് ചിലതൊരുക്കിയിട്ടുണ്ട്. പാടുന്നവർക്ക് വേണ്ടി, ദൈവത്തെ സേവിക്കുന്നവർക്ക് വേണ്ടി അവൻ വലിയവ കരുതുവാൻ വിശ്വസ്തനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാര്യങ്ങളെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം.